ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കന്നഡ ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് അടുപ്പിലൊന്നും വെക്കേണ്ട, ചൂടാക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചോറിനുണ്ടല്ലോ ഈ കറി മാത്രം മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, സാലഡ് വെള്ളരി, അതാണ്. 2 ചെറുതാണ്, അതുകൊണ്ട് 2 എടുത്തു. വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഇത് ആദ്യമേ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇനി അടുത്തതായിട്ട് കുറച്ച് മല്ലിയില. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇഞ്ചി ചേർക്കാനായിട്ട് മറന്നുപോയി, പിന്നീടാണ് ഞാൻ ഇഞ്ചി ചേർത്തത് കേട്ടോ. ഇത് ഇത്രയും കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് 1 കപ്പ് തൈരാണ് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അതുകൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതാ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കുറുകിയിരിക്കുകയാണെങ്കിൽ മാത്രം മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു വറുത്തിടണം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. ഇനി നമുക്കിത് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കടുകും മുളകും എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇനി ചേർക്കാനുള്ളത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. കുറച്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാലുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കന്നഡ സ്റ്റൈൽ തമ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.